ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാർ ടേക്ക് എ ബ്രേക്ക് എന്നൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്ന ആളുകളുടെ ഇത്തരം കാര്യങ്ങൾക്കുള്ള പറയട്ടെ LDF സർക്കാർ പറയട്ടെ പിന്നെ നഗരസഭയുടെ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ആളുകള് ഈ ഏറ്റുമാനൂർ നഗരസഭ LDF ഇതുവരെ ഭരിച്ചിട്ടില്ല. അവിടെ നേരാവണ്ണം ചെയ്യാൻ നേരെയില്ലാത്ത ആളുകള് ഇത്രയും നാളും ആ നഗരസഭയുടെ അല്ലല്ല അവരാണ് അതിന്റെ കാര്യം പറയുന്നത്. ഞാനിവിടെ പറയാൻ പറയട്ടെ ഞാനിത് പറയട്ടെ ഇവിടെ ഏറ്റുമാനൂരാണ് അതിന്റെ അംശം പോലെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഈ ബൈപ്പാസ് അരുൺകുമാറെ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് തൊട്ടപ്പുറം ബൈപ്പാസ് ഈ ബൈപ്പാസ് പറയട്ടെ ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് സമഗ്രതയിൽ കാണണം. പറയട്ടെ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മണ്ഡലം ഏറ്റെടുത്ത ശേഷം ഇപ്പോ LDF എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഏറ്റുമാനൂർ മണ്ഡലത്തോട് ഉമ്മൻചാണ്ടി നടത്തിയ വഞ്ചനയ്ക്ക് പരിഹാരമുണ്ടാക്കിയത് ഏറ്റുമാനൂർ ബൈപ്പാസ് ഈ സിന്ധു കരത്തേടത്തിന്റെ വീട്ടിനപ്പുറം ഈ സിന്ധു കരത്തേടം BJPയുടെ പ്രകൃതിയാണ്. ആ സിന്ധു കരത്തേടത്തിന്റെ വാർഡിലേക്ക് കടന്നത് LDFന്റെ മന്ത്രിസഭയ്ക്ക് വന്നതിന് ശേഷമാണെന്ന് ഞാൻ പറയുന്നു. നിഷേധിക്കാൻ സിന്ധുവിനോട് പറയുന്നു. LDF ഇനി പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാം ഇവിടെ മറുപടി പറയേണ്ടത് ഒരു പ്രതികരണം സാറേ. 2016 ഉമ്മൻചാണ്ടി സാറെ അധികാരം വിട്ടൊഴിയുമ്പോൾ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 18 മാസം കുടിശ്ശികയുണ്ടായിരുന്നു 600 രൂപ വെച്ച്. അന്ന് ആർക്കും ഒരു വിഷമവും ഇല്ല. ഇപ്പോൾ 7 മാസം 1600 രൂപ വെച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുമ്പോൾ അത് 7 മാസം കുടിശ്ശികയായത് വലിയ ഒരു അപരാധമാക്കി മാറ്റിയിരിക്കുകയാണ്. 18 മാസം ആരും കേൾക്കാത്ത കാര്യം. 3 മാസം കുടിശ്ശിക ഞങ്ങൾ കേട്ടിട്ടുണ്ട്. 3 മാസം ഒരു 18 മാസം കുടിശ്ശികയുടെ തെളിവ് ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. തോമസ് ചാഴിക്കാട് എന്ന് പറയുന്നത് 20 കൊല്ലം ഏറ്റുമാനൂരിന്റെ MLA, 5 കൊല്ലം കോട്ടയത്തിന്റെ MP. ഇവിടെ ബഹുമാനപ്പെട്ട UDFന്റെ പ്രതിനിധി പറയുന്നു തോമസ് ചാഴിക്കാടൻ റെയിൽവേയിൽ നടത്തിയ വികസനം പറയണ്ട. കാരണം എന്താ പറഞ്ഞാൽ അവർ തോറ്റു. തോമസ് ചാഴിക്കാടൻ 1 സ്ഥാനത്ത് അത് പറയുന്നത്